നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അപ്പോഴേ എനിക്ക് നിന്നെ സംശയമായിരുന്നു. ഇപ്പൊ വിപിനോട് സംസാരിച്ചപ്പോ എന്റെ ആ സംശയം പൂർണ്ണമായും മാറി. ചെയ്യാത്ത തെറ്റാണ് അവൻ ഏറ്റെടുത്തെന്ന് എനിക്ക് പൂർണ്ണമായും ബോധ്യമായി. മഹാപാപമല്ലേടി നീ ചെയ്തത്? വിപിൻ സാർ മര്യാദയ്ക്ക് എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ വളഞ്ഞ വഴിക്ക് പോവേണ്ടി വരുമായിരുന്നില്ലല്ലോ. പല്ലവി, നീ നശിപ്പിച്ചത് നമ്മുടെ കുടുംബത്തിന്റെയും ഈ കുടുംബത്തിന്റെ അഭിമാനമാ. ഞാനാണ് എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത്. എല്ലാവരും എന്നെയാ കുറ്റപ്പെടുത്തുന്നതും. അത് നിനക്കറിയോ? ഞാൻ പറഞ്ഞല്ലോ, വിപിൻ സാറ് വിചാരിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം ഒഴിവാക്കായിരുന്നു. പക്ഷേ സാർ അത് വിചാരിച്ചില്ല. ഞാൻ എത്ര പ്രാവശ്യം എന്നെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വിപിൻ സാറിന്റെ പുറകെ നടന്നെന്ന് അറിയോ? അപ്പോഴെല്ലാം സാർ എന്നെ അവഗണിച്ചു. അപ്പൊ എനിക്ക് വാശി കൂടി. എന്റെ ആഗ്രഹം എനിക്ക് എങ്ങനെ നടത്തിയെടുക്കണമെന്നുള്ള ചിന്തയായി. അതിന് ഞാൻ ചില മാർഗങ്ങൾ ആലോചിച്ചിട്ടും അതൊന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നീടാ ഇങ്ങനൊരു മാർഗം തെളിഞ്ഞത്. അതേതായാലും ഫലവത്തായി. നിനക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു പല്ലവി? ചേച്ചിക്ക് ഞാൻ ഈ വീട്ടിലെ മരുമകളായത് തീരെ ഇഷ്ടമായില്ലല്ലേ? അതുകൊണ്ടാ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചേച്ചി, കഴിഞ്ഞത് കഴിഞ്ഞു. ഞാനിപ്പോ വിപിൻ സാറിന്റെ ഭാര്യയായി കഴിഞ്ഞു. ഇനി ഒരു കുറ്റവിചാരണ നടത്തിയിട്ട് എന്ത് കാര്യം? എടി, വിപിനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി കല്യാണം കഴിച്ചിട്ട് അവന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ നിനക്ക് കഴിയോ? ഇഷ്ടമില്ലാത്തൊരാളെ വിവാഹം കഴിച്ചതിന്റെ വെറുപ്പും വിദ്വേഷവും എന്നും അവന്റെ മനസ്സിലുണ്ടാവില്ലേ? അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അവന് ഉള്ളു തുറന്ന് നിന്നെ സ്നേഹിക്കാനാവോ? നിങ്ങൾക്കിടയില് സന്തുഷ്ടമായൊരു ജീവിതം ഉണ്ടാവോ? അത് നീ ചിന്തിച്ചിട്ടുണ്ടോ? അതെ, വിശാൽ സാറും ചേച്ചിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ശേഷം എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതം? വിശാൽ സാറിന് ചേച്ചിയുടെ വെറുപ്പായിരുന്നില്ലേ? ഏതാണ്ട് ഒരു വർഷത്തോളം ചേച്ചിയെ സാർ അകറ്റി നിർത്തിയില്ലേ? ഇപ്പോഴല്ലേ ആ അനിഷ്ടമൊക്കെ മറന്ന് സാറ് ചേച്ചിയെ സ്നേഹിക്കാൻ തുടങ്ങിയത്? അപ്പൊ ചേച്ചിയുടെ മനസ്സിലുള്ള സ്നേഹം മനസ്സിലാക്കാൻ വിശാൽ സാറിന് ഒരു വർഷം വേണ്ടി വന്നു. അതുവരെ ചേച്ചി ക്ഷമയോടെ കാത്തിരുന്നില്ലേ? അതുപോലെ കാത്തിരിക്കാൻ ഞാനും തയ്യാറാ. വിപിൻ സാറിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ഒക്കെ മാറും ചേച്ചി. ഞാനത് മാറ്റിയെടുക്കും. അത് ചിന്തിച്ച് ചേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട. ചേച്ചിയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിത്തിരിപ്പുണ്ടാക്കാൻ വരാതിരുന്നാ മാത്രം മതി. പല്ലവി, നീ എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? ഞാൻ നല്ലതിനു വേണ്ടി മാത്രമേ എന്തും ചിന്തിക്കാറുള്ളൂ. നീ എന്റെ സഹോദരിയാ. നിന്റെ ജീവിതം നശിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നിന്റെ ജീവിതം നന്നായിരിക്കണം തന്നെയാ എന്റെയും പ്രാർത്ഥന. എന്റെ ജീവിതം നന്നായിട്ട് നോക്കാൻ എനിക്കറിയാം. അതിനാരുടെയും പ്രാർത്ഥനയും ഉപദേശമൊന്നും എനിക്ക് വേണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.